നിങ്ങളുടെ ജീവിതത്തിലെ കഴിഞ്ഞ കാലത്തുള്ള എക്സ്പീരിയൻസുകൾ നിങ്ങളെ വേട്ടയാടും. അയ്യോ, ഇതൊന്നും നടക്കാൻ വേണ്ടി പോണില്ല, ഇതൊക്കെ കുറെ കേട്ടതാണ്. ദാറ്റ് മീൻസ് പാസ്റ്റ് എക്സ്പീരിയൻസ്. അതിനെ ഒന്ന് മാറ്റിവെക്കാൻ തയ്യാറാണ്. രണ്ടാമത്തെ ട്രാപ്പാണ് സ്റ്റാറ്റസ് ക്വോ ട്രാപ്പ്. അതായത് മെയിൻറ്റെയിനിങ് കറണ്ട് കംഫർട്ട്. അയ്യോ, പുതിയ വണ്ടി പിടിക്കാനൊന്നും ഞാനില്ല, ഇപ്പൊ പോണ പോലെ തന്നെ ഇവിടെ പോയാൽ മതി. ദാറ്റ് ഈസ് സ്റ്റാറ്റസ് ക്വോ. അപ്പൊ എന്ത് വെച്ചു? ഇപ്പൊ പോണ പോലെ എവിടെ എത്തും? ഇപ്പൊ പോണ പോലെ മുന്നോട്ട് പോയാൽ മക്കളുടെ മുമ്പിൽ പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ ലോട്ടറിക്കാരെ പോലെ എന്ത് പറയണം? നാളെ അല്ലേ? അങ്ങനെ നമ്മൾ പറഞ്ഞു പോണ്ടി വരും. മൂന്നാമത്തെ ട്രാപ്പാണ് സങ്ക് കോസ്റ്റ് ട്രാപ്പ്. നിങ്ങളെടുത്ത തീരുമാനം തെറ്റാ, പക്ഷേ ഞാൻ എടുത്ത തീരുമാനം ഉറച്ചു നിൽക്കും. അയ്യോ, ഇത് വിട്ടിട്ടുള്ള കളിക്ക് ഞാനില്ല, അല്ലേ? അങ്ങനെ 3 ട്രാപ്പിൽ പെട്ടത് കൊണ്ടാണ് നമ്മൾ ഇതേവരെ ആയിട്ടും എവിടെ നിൽക്കുന്നത്? സ്ട്രഗിളിങ്, അല്ലേ? ആ സ്ട്രഗിളിങ്ങിൽ നിന്ന് നമുക്ക് കര കയറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ പറയുന്നത് നമ്മൾ ചെറുപ്പത്തിൽ എടുത്തൊരു തീരുമാനം എന്തായിരുന്നു? പഠിച്ച് ജോലിക്ക് പോകണം. ഓക്കെ, ആ തീരുമാനത്തിന്റെ ആക്ഷൻസ്, പഠിച്ചു ജോലിക്ക് പോകുന്നു, അത് ശീലമായിട്ട് മാറി. രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു. അതിന്റെ റിസൾട്ടാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ ഇപ്പോഴുള്ള ജീവിതത്തിൽ നമ്മൾ ഹാപ്പി അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഹാപ്പി അല്ലെങ്കിൽ ഇവിടെ ഈ ഡിസിഷൻസ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പോ ഞാൻ 3 ചോദ്യങ്ങളാണ്. ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ട് പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാൽ 3 ചോദ്യങ്ങൾ. ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത്? 2, ഞാൻ ഇത് ചെയ്തതിന്റെ ഫലം എന്തായിരിക്കും? ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണോ അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ ഇതിന് റിസൾട്ട് എന്തായിരിക്കും? 3, ഇതിൽ നിന്ന് എനിക്ക് വിജയിക്കാൻ കഴിയുമോ? ഒന്ന് ചോദിച്ച 3 ചോദ്യം നിങ്ങളുടെ തന്നെ ഒന്ന് ചോദിച്ചേ. ചോദ്യം, ഇപ്പൊ ഞാൻ ചെയ്യുന്നത് എന്തിനാ ചെയ്യണം? ഇത് ചെയ്താൽ ഇതിന്റെ ഫലം എന്തായിരിക്കും? ഇതിൽ നിന്ന് എനിക്ക് വിജയിക്കാൻ കഴിയുമോ? വാട്ട് ഈസ് വിജയം? എന്താ വിജയം? ക്യാഷ് ഫ്ലോ. എന്താണ് വിജയം? വാട്ട് ഈസ് സക്സസ്? പറയൂ, ജീവിതത്തിൽ വിജയിച്ചു വാട്ട് ഈസ് സക്സസ്? എന്തായിരിക്കും? ദേവ, എന്തായിരിക്കും വിജയം? നമ്മൾ ജീവിതത്തിൽ ആഗ്രഹിച്ച കാർ, വീട്, എന്തുമായിക്കോട്ടെ അത് സ്വന്തമാക്കാൻ പറ്റണം. നമ്മുടെ മക്കൾ ചോദിക്കുന്നത് എന്ത് അപ്പോൾ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റണം. നമ്മുടെ മാതാപിതാക്കൾ എന്ത് ആഗ്രഹമുണ്ടോ